ഓം ശാന്തി. 18-12-25 പ്രഭാത മുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, പരിധിയില്ലാത്ത ബാബ വന്നിരിക്കുന്നു. കുട്ടികളായ നിങ്ങളെ ജ്ഞാനത്താൽ അലങ്കരിക്കുവാൻ. ഉയർന്ന പദവി നേടണമെങ്കിൽ സദാ അലങ്കരിക്കപ്പെട്ടവരായി ഇരിക്കൂ. ചോദ്യം: ഏത് കുട്ടികളെ കണ്ട് പരിധിയില്ലാത്ത ബാബ വളരെയധികം സന്തോഷിക്കുന്നു? ഉത്തരം: ഏത് കുട്ടികളാണോ സർവീസിനു വേണ്ടി എവർ റെഡി ആയിരിക്കുന്നത്, അലൗകികവും പാരലൗകികവും രണ്ട് പിതാക്കന്മാരെയും പൂർണ്ണമായും ഫോളോ ചെയ്യുന്നത്, ജ്ഞാനവും യോഗവും കൊണ്ട് ആത്മാവിനെ അലങ്കരിക്കുന്നത്, പതീതരെ പാവനമാക്കാനുള്ള സേവനം ചെയ്യുന്നത്, അങ്ങനെയുള്ള കുട്ടികളെ കണ്ട് പരിധിയില്ലാത്ത ബാബയ്ക്ക് വളരെയധികം സന്തോഷമുണ്ടാകുന്നു. ബാബയുടെ ആഗ്രഹമാണ് എൻ്റെ കുട്ടികൾ പ്രയത്നിച്ച് ഉയർന്ന പദവി നേടട്ടെ. ഓം ശാന്തി. ആത്മീയ അച്ഛൻ ആത്മീയ കുട്ടികളോട് പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, ഇതുപോലെ ലൗകിക പിതാവ് കുട്ടികൾക്ക് പ്രിയമുള്ളതായി തോന്നുന്നു, അതുപോലെ പരിധിയില്ലാത്ത പിതാവിനെയും പരിധിയില്ലാത്ത കുട്ടികൾക്ക് പ്രിയമായി തോന്നുന്നു. ബാബ കുട്ടികൾക്ക് ശിക്ഷണം നൽകുന്നു, ജാഗ്രതയും നൽകുന്നു. കുട്ടികൾ ഉയർന്ന പദവി നേടിയെങ്കിൽ ബാബയ്ക്ക് ഈ ആഗ്രഹമുണ്ട്. അപ്പോൾ പരിധിയില്ലാത്ത ബാബയ്ക്കും ഈ ഇച്ഛ ഉണ്ടായിരിക്കുന്നു. കുട്ടികളെ ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും ആഭരണങ്ങളാൽ അലങ്കരിക്കുന്നു. നിങ്ങളെ രണ്ട് പിതാവും വളരെ നല്ല രീതിയിൽ അലങ്കരിക്കുന്നു. കുട്ടികൾ ഉയർന്ന പദവി നേടിയെങ്കിൽ അലൗകിക പിതാവും സന്തോഷിക്കുന്നു. അപ്പോൾ പാരലൗകിക പിതാവും സന്തോഷിക്കുന്നു. ആരാണോ നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യുന്നത് അവരെ കണ്ട് പാടുകയും ചെയ്യുന്നു, ഫോളോ ഫാദർ. അപ്പോൾ രണ്ടു പേരെയും ഫോളോ ചെയ്യണം. ഒന്നാണ് ആത്മീയ പിതാവ്, പിന്നെ രണ്ടാമത്തേതാണ് ഈ അലൗകിക ഫാദർ. അപ്പോൾ പുരുഷാർത്ഥം ചെയ്ത് ഉയർന്ന പദവി നേടണം. നിങ്ങൾ ഭട്ടിയിലായിരുന്നപ്പോൾ എല്ലാവരുടെയും കിരീട സഹിതമുള്ള ഫോട്ടോ എടുക്കുമായിരുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ലൈറ്റിൻ്റെ കിരീടമൊന്നുമില്ല. ഇത് പവിത്രതയുടെ ഒരു അടയാളമാണ്. അത് എല്ലാവർക്കും നൽകുന്നു. അല്ലാതെ വെള്ള പ്രകാശത്തിൻ്റെ കിരീടമൊന്നും ഇല്ല. പവിത്രതയുടെ ഈ അടയാളം മനസ്സിലാക്കിക്കുന്നതാണ്. ആദ്യം നിങ്ങൾ സത്യയുഗത്തിൽ വസിക്കുന്നു. നിങ്ങൾ തന്നെ ആയിരുന്നുവല്ലോ. ബാബയും പറയുന്നു, ആത്മാക്കളും പരമാത്മാവും വളരെ കാലം വേർപിരിഞ്ഞിരുന്നു. കുട്ടികളായ നിങ്ങൾ തന്നെയാണ് ആദ്യം വരുന്നത്. പിന്നെ ആദ്യം നിങ്ങൾക്ക് തന്നെ പോകണം. മുക്തിധാമത്തിൻ്റെ ഗേറ്റും നിങ്ങൾക്ക് തുറക്കേണ്ടതുണ്ട്. കുട്ടികളായ നിങ്ങളെ ബാബ അലങ്കരിക്കുന്നു. പിതാവിൻ്റെ വീട്ടിൽ വനവാസത്തിലിരിക്കുന്നു. ഈ സമയം നിങ്ങൾക്കും സാധാരണമായിരിക്കണം. ഉയർന്നതുമാകരുത്, താഴ്ന്നതുമാകരുത്. ബാബയും പറയുന്നു, സാധാരണ ശരീരത്തിലാണ് പ്രവേശിക്കുന്നത്. ഒരു ദേഹധാരിയെയും ഭഗവാൻ എന്ന് പറയുവാൻ സാധിക്കില്ല. മനുഷ്യന് മനുഷ്യന്റെ സദ്ഗതി ചെയ്യുവാൻ സാധിക്കില്ല. സദ്ഗതിയാകട്ടെ ഗുരു തന്നെയാണ് ചെയ്യുന്നത്. മനുഷ്യർ 60 വർഷത്തിനു ശേഷം വാനപ്രസ്ഥം സ്വീകരിക്കുന്നു, പിന്നെ ഗുരുവിനെ സ്വീകരിക്കുന്നു. ഈ സമ്പ്രദായവും ഇപ്പോഴത്തേതാണ്. അത് പിന്നെ ഭക്തി മാർഗത്തിൽ തുടരുന്നു. ഇക്കാലത്താണെങ്കിൽ ചെറിയ കുട്ടികളെ കൊണ്ടും ഗുരുവിനെ സ്വീകരിപ്പിക്കുന്നു. വാനപ്രസ്ഥ അവസ്ഥയിലല്ല, എന്നാൽ പെട്ടെന്ന് മൃത്യു വന്നു ചേരുന്നു. അതിനാൽ കുട്ടികളെ കൊണ്ടും ഗുരുവിനെ സ്വീകരിപ്പിക്കുന്നു. ബാബ പറയുന്നു, നിങ്ങളെല്ലാം ആത്മാക്കളാണ്. സമ്പത്ത് നേടുന്നതിൻ്റെ അവകാശമുണ്ട്. അവർ പറയുന്നു, ഗുരുവില്ലാതെ
ലക്ഷ്യസ്ഥാനം നേടുകയില്ല, അതായത് ബ്രഹ്മത്തിൽ ലയിക്കുകയില്ല എന്ന്. നിങ്ങൾക്കാണെങ്കിൽ ലയിക്കേണ്ടതില്ല. ഇത് ഭക്തി മാർഗത്തിലെ വാക്കാണ്. ആത്മാവാകട്ടെ സ്റ്റാറിനെ പോലെയാണ്, ബിന്ദുവാണ്. ബാബയും ബിന്ദു തന്നെയാണ്. ആ ബിന്ദുവിനെ തന്നെയാണ് ജ്ഞാനസാഗരം എന്ന് പറയുന്നത്. നിങ്ങളും ചെറിയ ആത്മാവാണ്. അതിൽ മുഴുവൻ ജ്ഞാനവും അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഫുൾ ജ്ഞാനം എടുക്കുന്നു, പാസ് വിത്ത് ഓണർ ആകുന്നുവല്ലോ. ശിവലിംഗമാകട്ടെ വലുതാണ്, അങ്ങനെയല്ല. എത്ര വലുതാണോ ആത്മാവ്, അത്രയും തന്നെയാണ് പരമാത്മാവ്. ആത്മാവ് പരംധാമത്തിൽ നിന്നും വരുന്നു പാട്ട് അഭിനയിക്കുവാൻ. ബാബു പറയുന്നു, ഞാനും അവിടെ നിന്നാണ് വരുന്നത്. എന്നാൽ എനിക്ക് സ്വന്തമായി ശരീരമില്ല. ഞാൻ രൂപമാണ്, ബസന്തുമാണ്. പരമാത്മാവ് രൂപാണ്. അതിൽ മുഴുവൻ ജ്ഞാനവും അടങ്ങിയിരിക്കുന്നു. ജ്ഞാനത്തിൻ്റെ മഴ പൊഴിക്കുന്നു. അപ്പോൾ എല്ലാ മനുഷ്യരും പാപാത്മാക്കളിൽ നിന്നും പുണ്യാത്മാക്കളായി മാറുന്നു. ബാബ ഗതിയും സദ്ഗതിയും രണ്ടും നൽകുന്നു. നിങ്ങൾ സദ്ഗതിയിലേക്ക് പോകുമ്പോൾ ബാക്കി സർവരും ഗതിയിലേക്ക്, അതായത് തൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അതാണ് സ്വീറ്റ് ഹോം. ആത്മാവ് തന്നെയാണ് ഈ കാതുകളിലൂടെ കേൾക്കുന്നത്. ഇപ്പോൾ ബാബു പറയുന്നു, മധുരമധുരമായ സിഖിലതെ കുട്ടികളെ, തിരികെ പോകേണ്ടതുണ്ട്. അതിനുവേണ്ടി തീർച്ചയായും പവിത്രമാകണം. പവിത്രമാകാതെ ആർക്കും തന്നെ തിരിച്ചു പോകുവാൻ സാധിക്കില്ല. ഞാൻ സർവരെയും കൊണ്ടുപോകുവാൻ വന്നിരിക്കുന്നു. ആത്മാക്കളെ ശിവന്റെ ഘോഷയാത്ര എന്ന് പറയുന്നു. ഇപ്പോൾ ശിവബാബ ശിവാലയം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ രാവണൻ വന്ന് വേശ്യാലയം സ്ഥാപിക്കുന്നു. വാമമാർഗത്തെ വേശ്യാലയം എന്ന് പറയുന്നു. ബാബയുടെ അടുക്കൽ ധാരാളം കുട്ടികളുണ്ട്. അവർ വിവാഹം കഴിച്ചിട്ടും പവിത്രമായിരിക്കുന്നു. സന്യാസിമാരാണെങ്കിൽ പറയുന്നു, രണ്ടുപേരും ഒരുമിച്ചിരിക്കുക എന്നത് സാധിക്കില്ല. ഇവിടെ മനസ്സിലാക്കിച്ചു തരുന്നു, ഇതിൽ പ്രാപ്തി വളരെയധികമുണ്ട്. പവിത്രമായി ഇരിക്കുന്നതിലൂടെ 21 ജന്മത്തേക്ക് രാജധാനി ലഭിക്കുന്നു. അപ്പോൾ ഒരു ജന്മം പവിത്രമായിരിക്കണം. അത് വലിയ കാര്യമൊന്നുമല്ല. ബാബ പറയുന്നു, നിങ്ങൾ കാമചിതയിലിരുന്ന് തീർത്തും കറുത്തു പോയിരിക്കുന്നു. ശ്രീകൃഷ്ണനെ കുറിച്ചും പറയുന്നു, വെളുപ്പും കറുപ്പും ശ്യാമസുന്ദരം. ഈ അറിവ് ഈ സമയത്താണുള്ളത്. കാമചിതയിൽ ഇരിക്കുന്നതിലൂടെ കറുത്തുപോയി. പിന്നെ ആ ഒന്നിനെ ഗ്രാമത്തിലെ ബാലൻ എന്നും പറയുന്നു. തീർച്ചയായും ആയിരുന്നുവല്ലോ. ശ്രീകൃഷ്ണനാവുക സാധ്യമല്ല. ഇദ്ദേഹത്തിൻ്റെ തന്നെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ ബാബ പ്രവേശിച്ച് വെളുപ്പാക്കി മാറ്റുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബാബയെ തന്നെ ഓർമ്മിക്കണം. ബാബ, അങ്ങ് എത്ര മധുരമാണ്, എത്ര മധുരമായ സമ്പത്ത് അങ്ങ് നൽകുന്നു. നമ്മെ മനുഷ്യനിൽ നിന്നും ദേവതയും ക്ഷേത്രത്തിലിരിക്കാൻ യോഗ്യവും ആക്കി മാറ്റുന്നു. ഇങ്ങനെയെല്ലാം സ്വയം തന്നോട് സംസാരിക്കണം. മുഖത്തിലൂടെ ഒന്നും പറയേണ്ടതില്ല. ഭക്തി മാർഗത്തിൽ പ്രിയതമനായ അങ്ങയെ എത്ര ഓർമ്മിച്ചു വന്നു. ഇപ്പോൾ അങ്ങ് വന്ന് കണ്ടുമുട്ടിയിരിക്കുന്നു. ബാബ, അങ്ങ് ഏറ്റവും മധുരമാണ്. അങ്ങയെ നമ്മൾ എന്തുകൊണ്ട് ഓർമ്മിച്ചുകൂടാ? അങ്ങയെ പ്രേമത്തിൻ്റെയും ശാന്തിയുടെയും സാഗരം എന്ന് പറയുന്നു. അങ്ങ് തന്നെയാണ് സമ്പത്ത് നൽകുന്നത്. ബാക്കി പ്രേരണയിലൂടെ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. ബാബ സന്മുഖത്ത് വന്ന് കുട്ടികളായി നിങ്ങളെ പഠിപ്പിക്കുന്നു. ഇത് പാഠശാലയാണല്ലോ. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കുന്നു. ഇത് രാജയോഗമാണ്. ഇപ്പോൾ നിങ്ങൾ മൂലവദനത്തെയും സൂക്ഷ്മവദനത്തെയും സ്ഥൂലവദനത്തെയും അറിഞ്ഞു കഴിഞ്ഞു. ഇത്രയും ചെറിയ ആത്മാവ് എങ്ങനെയാണ് പാർട്ട് അഭിനയിക്കുന്നത്? അതും മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതാണ്. ഇതിനെ പറയുന്നത് അനാദി അവിനാശി വേൾഡ് ഡ്രാമ എന്നാണ്. ഡ്രാമ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ സംശയത്തിൻ്റെ ഒരു കാര്യവുമില്ല.
ബാബ സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ രഹസ്യവും മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ സ്വദർശന ചക്രധാരിയാണ്. നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ചക്രവും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലൂടെ നിങ്ങളുടെ പാപം മുറിയുന്നു. ബാക്കി ശ്രീകൃഷ്ണൻ സ്വദർശന ചക്രം പ്രയോഗിച്ച് ഹിംസയൊന്നും ചെയ്തിട്ടില്ല. അവിടെയാകട്ടെ യുദ്ധത്തിൻ്റെ ഹിംസ ഉണ്ടായിരിക്കുന്നില്ല, കാമകഠാരയുടേതും നടക്കുന്നില്ല. ഡബിൾ അഹിംസകരായിരിക്കുന്നു. ഈ സമയം 5 വികാരങ്ങളുമായി നിങ്ങളുടെ യുദ്ധം നടക്കുന്നു. ബാക്കി മറ്റൊരു യുദ്ധത്തിൻ്റെയും കാര്യമേ ഇല്ല. ഇപ്പോൾ ബാബ ഉയർന്നതിലും ഉയർന്നതാണ്. പിന്നെ ഉയർന്നതിലും ഉയർന്നത് ഈ സമ്പത്താകുന്ന ലക്ഷ്മി നാരായണനാണ്. ഇവരെ പോലെ ഉയർന്നവരാകണം. എത്രത്തോളം നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുമോ അത്രയും ഉയർന്ന പദവി നേടും. കൽപ്പകൽപ്പങ്ങളായി അത് തന്നെ നിങ്ങളുടെ പഠനമായിരിക്കും. ഇപ്പോൾ നല്ല പുരുഷാർത്ഥം ചെയ്തു എങ്കിൽ കൽപ്പകൽപ്പം ചെയ്തുകൊണ്ടിരിക്കും. എത്രത്തോളം പദവി ആത്മീയ പഠനത്തിലൂടെ ലഭിക്കുന്നത് അത്രയും ഭൗതിക പഠനത്തിലൂടെ ലഭിക്കുക സാധ്യമല്ല. ഉയർന്നതിലും ഉയർന്നത് ഈ ലക്ഷ്മി നാരായണനാണ് ആകുന്നത്. ഇവരും മനുഷ്യർ തന്നെ, എന്നാൽ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നു. അതിനാൽ ദേവത എന്ന് പറയുന്നു. ബാക്കി 8-10 കൈകളുള്ളവരായി ആരുമില്ല. ഭക്തിയിൽ സാക്ഷാത്കാരങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ വളരെയധികം കരയുന്നു. ദുഃഖത്തിൽ വന്ന് വളരെയധികം കണ്ണുനീർ പൊഴിക്കുന്നു. ഇവിടെയാണെങ്കിൽ ബാബ പറയുന്നു, കണ്ണുനീർ വന്നെങ്കിൽ ഫെയിലായി. അമ്മ മരിച്ചാലും ഹൽവ കഴിക്കൂ. അതായത് പ്രതിസന്ധി വന്നാലും സന്തോഷമായരുത്. ഇക്കാലത്ത് ബോംബെയിൽ ആരെങ്കിലും രോഗാവസ്ഥയിൽ ആവുകയോ മരിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ BKസിന് വിളിക്കുന്നു, വന്ന് ശാന്തി നൽകൂ എന്ന്. നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു, ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് രണ്ടാമതൊരെണ്ണം എടുത്തു. ഇതിൽ നിങ്ങൾക്കെന്താണ് പ്രശ്നം? കരയുന്നതിലൂടെ എന്ത് നേട്ടം? ഇയാളെ കാലൻ ഭക്ഷിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ഒരു വസ്തുവേ ഇല്ല. ഇതാകട്ടെ ആത്മാവ് സ്വയമേ ഒരു ശരീരം ഉപേക്ഷിച്ച് പോകുന്നതാണ്. തൻ്റെതായ സമയത്ത് ശരീരം ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ബാക്കി കാലൻ എന്നൊരു വസ്തു ഇല്ല. സത്യയുഗത്തിൽ ഗർഭകൊട്ടാരമാണ് ഉണ്ടായിരിക്കുന്നത്. ശിക്ഷയുടെ കാര്യമേ ഇല്ല. അവിടെ നിങ്ങളുടെ കർമ്മം അകർമ്മമാകുന്നു. വികർമ്മം ചെയ്യിക്കുവാനായി മായ തന്നെയില്ല. നിങ്ങൾ വികർമാജീത് ആകുന്നു. ആദ്യം വികർമാജീത് സംവത്സരം നടക്കുന്നു. പിന്നീട് ഭക്തിമാർഗം ആരംഭിക്കുന്നു. അപ്പോൾ രാജാ വിക്രം സംവത്സരം ആരംഭിക്കുന്നു. ഈ സമയം എന്ത് വികർമ്മം ചെയ്തുവോ അതിൻ്റെ മേൽ ജയം നേടുന്നു. വികർമാജീത് എന്ന പേര് വച്ചിരിക്കുന്നു. പിന്നെ ദ്വാപരയിൽ വിക്രം രാജാവാകുന്നു. വികർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. സൂചിയിൽ അഥവാ തുരുമ്പ് കയറിയിട്ടുണ്ടാകുമെങ്കിൽ കാന്തം ആകർഷിക്കുകയില്ല. എത്രത്തോളം പാപങ്ങളുടെ തുരുമ്പ് മാറിക്കൊണ്ടിരിക്കുമോ അപ്പോൾ കാന്തം ആകർഷിക്കും. ബാബയാകട്ടെ പൂർണ്ണമായും പ്യുവറാണ്. നിങ്ങളെയും യോഗബലത്തിലൂടെ പവിത്രമാക്കി മാറ്റുന്നു. ഇതുപോലെ ലൗകിക പിതാവും കുട്ടികളെ കണ്ട് സന്തോഷിക്കുന്നുവല്ലോ. പരിധിയില്ലാത്ത പിതാവും സന്തോഷിക്കുന്നു കുട്ടികളുടെ സേവനത്തിൽ. കുട്ടികൾ വളരെയധികം പ്രയത്നിക്കുകയും ചെയ്യുന്നുണ്ട്. സർവീസിലും എപ്പോഴും എവർ റെഡി ആയിരിക്കണം. കുട്ടികളായ നിങ്ങളാണ് പതീതരെ പാവനമാക്കി മാറ്റുന്ന ഈശ്വരീയ മിഷൻ. ഇപ്പോൾ നിങ്ങൾ ഈശ്വരീയ സന്താനമാണ്. പരിധിയില്ലാത്ത പിതാവുണ്ട്. നിങ്ങളെല്ലാം സഹോദരങ്ങളാണ്. ഇത്ര തന്നെ, മറ്റൊരു ബന്ധവുമില്ല. മുക്തിധാമത്തിലാകട്ടെ പിതാവും സഹോദരങ്ങളായ നിങ്ങൾ ആത്മാക്കളും തന്നെയാണുള്ളത്. പിന്നെ നിങ്ങൾ സത്യയുഗത്തിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ ഒരു പുത്രനും ഒരു പുത്രിയും, ഇത്രമാത്രം. ഇവിടെയാണെങ്കിൽ
വളരെയധികം ബന്ധങ്ങളുണ്ട്. ഇളയച്ചൻ, അമ്മാവൻ തുടങ്ങിയവർ. മൂലവതനമാകട്ടെ സ്വീറ്റ് ഹോം, മുക്തിധാമമാണ്. അതിനുവേണ്ടി മനുഷ്യർ എത്ര യജ്ഞവും തപവും മറ്റും ചെയ്യുന്നു. എന്നാൽ തിരികെ ആർക്കും തന്നെ പോകുവാൻ സാധിക്കില്ല. വളരെയധികം കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സർവരുടെയും സദ്ഗതി ദാതാവ് ഒന്നു തന്നെയാണ്, രണ്ടാമതാരുമല്ല. ഇപ്പോൾ നിങ്ങൾ സംഗമയുഗത്തിലാണ്. ഇവിടെ അനേകം മനുഷ്യരുണ്ട്. സത്യയുഗത്തിലാണെങ്കിൽ വളരെ കുറച്ചു പേരാണ് ഉണ്ടായിരിക്കുന്നത്. സ്ഥാപന പിന്നെ വിനാശം ഉണ്ടാകുന്നു. ഇപ്പോൾ അനേകം ധർമ്മങ്ങൾ ഉള്ളത് കാരണം എത്ര കോലാഹലങ്ങളാണ്. നിങ്ങൾ 100% സോൾവെന്റ് ആയിരുന്നു. പിന്നെ 84 ജന്മങ്ങൾക്ക് ശേഷം 100% ഇൻസോൾവെന്റ് ആയിരിക്കുന്നു. ഇപ്പോൾ ബാബ വന്ന് സർവരെയും ഉണർത്തുന്നു. ഇപ്പോൾ ഉണരൂ, സത്യയുഗം വരികയാണ്. സത്യമായ ബാബ തന്നെയാണ് നിങ്ങൾക്ക് 21 ജന്മത്തിൻ്റെ സമ്പത്ത് നൽകുന്നത്. ഭാരതം തന്നെയാണ് സത്യഖണ്ഡമാകുന്നത്. ബാബ സത്യഖണ്ഡം ഉണ്ടാക്കുന്നു. അസത്യഖണ്ഡം പിന്നെ ആരാണ് ഉണ്ടാക്കുന്നത്? 5 വികാരങ്ങളാകുന്ന രാവണൻ. രാവണന്റെ എത്ര വലിയ കോലം ഉണ്ടാക്കുന്നു, പിന്നെ അതിനെ കത്തിക്കുന്നു. കാരണം ഇതാണ് നമ്പർ 1 ശത്രു. എപ്പോൾ മുതലാണ് രാവണന്റെ രാജ്യം ഉണ്ടായത് എന്ന് മനുഷ്യർക്കറിയില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. പകുതി കൽപ്പം രാമരാജ്യമാണ്, പകുതി കൽപ്പം രാവണ രാജ്യമാണ്. ബാക്കി രാവണനെ കൊല്ലുവാനായി അത് മനുഷ്യനൊന്നുമല്ല. ഈ സമയം മുഴുവൻ ലോകത്തിലും രാവണ രാജ്യമാണ്. ബാബ വന്ന് രാമരാജ്യം സ്ഥാപിക്കുന്നു. പിന്നെ ജയ ജയഘോഷമുണ്ടാകുന്നു. അവിടെ സദാ സന്തോഷമുണ്ടായിരിക്കുന്നു. അത് സുഖധാമമാണ്. ഇതിനെ പറയുന്നത് പുരുഷോത്തമ സംഗമയുഗം എന്നാണ്. ബാബ പറയുന്നു, ഈ പുരുഷാർത്ഥത്തിലൂടെ നിങ്ങൾ ഇതാകാൻ പോകുന്നവരാണ്. നിങ്ങളുടെ ചിത്രങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വളരെ പേർ വന്നു. പിന്നെ കേൾക്കുന്നവരും പറഞ്ഞു കൊടുക്കുന്നവരും ഓടിപ്പോകുന്നവരുമായി. ബാബ വന്ന് കുട്ടികളായ നിങ്ങൾക്ക് വളരെയധികം സ്നേഹത്തോടെ മനസ്സിലാക്കിച്ചു തരുന്നു. അച്ഛനും ടീച്ചറും സ്നേഹിക്കുന്നു, ഗുരുവും സ്നേഹിക്കുന്നു. സദ്ഗുരുവിൻ്റെ നിന്ദകന് ലക്ഷ്യസ്ഥാനം നേടുവാൻ സാധിക്കില്ല. നിങ്ങളുടെ എയിം ഓബ്ജക്റ്റ് മുന്നിൽ നിൽക്കുന്നു. ആ ഗുരുക്കന്മാരുടെ അടുക്കലാണെങ്കിൽ എയിം ഓബ്ജക്റ്റ് ഒന്നുമില്ല. അത് പഠനമൊന്നുമല്ല. ഇതാണ് പഠനം. ഇതിനെ പറയുന്നത് യൂണിവേഴ്സിറ്റി കം ഹോസ്പിറ്റൽ എന്നാണ്. അതിലൂടെ നിങ്ങൾ എവർ ഹെൽത്തിയും വെൽത്തിയും ആകുന്നു. ഇവിടെ ആകട്ടെ അസത്യം തന്നെയാണ്. അസത്യ ശരീരം എന്ന് പാടുന്നുമുണ്ട്. സത്യയുഗമാണ് സത്യഖണ്ഡം. അവിടെയാണെങ്കിൽ വജ്രവൈഡൂര്യങ്ങളുടെ കൊട്ടാരമുണ്ടായിരിക്കുന്നു. സോമനാഥന്റെ ക്ഷേത്രവും ഭക്തി മാർഗത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. എത്ര ധനമുണ്ടായിരുന്നു. അത് പിന്നെ മുസൽമാന്മാർ വന്ന് കൊള്ളയടിച്ചു. വലിയ വലിയ മസ്ജിദുകൾ ഉണ്ടാക്കി. ബാബ നിങ്ങൾക്ക് കാരൂനിന്റെ ഖജനാവ് നൽകുന്നു. തുടക്കം മുതൽ തന്നെ നിങ്ങൾക്ക് എല്ലാ സാക്ഷാത്കാരങ്ങളും കാണിച്ചു തന്നുകൊണ്ടിരുന്നു. അള്ളാഹ് അബുദ്ദീൻ ബാബയാണല്ലോ. ആദ്യം ധർമ്മം സ്ഥാപിക്കുന്നു. അതാണ് ഡീറ്റീസം. ഏതൊരു ധർമ്മമാണോ ഇല്ലാതിരിക്കുന്നത് അത് വീണ്ടും സ്ഥാപന ചെയ്യുന്നു. എല്ലാവരും അറിയുന്നുണ്ട്, പ്രാചീന സത്യയുഗത്തിൽ ഇവരുടെ തന്നെ രാജ്യമുണ്ടായിരുന്നു. ഇവർക്കു മുകളിലായി ആരുമില്ല. ഡേറ്റി രാജ്യത്തെയാണ് പാരഡൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്, പിന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. എല്ലാവരും എങ്ങനെ അറിയും? നമുക്ക് അറിയില്ലായിരുന്നു എന്ന് പിന്നീട് ആരും പരാതി പറയരുത്. നിങ്ങൾ സർവർക്കും പറഞ്ഞു കൊടുക്കുന്നു, എന്നിട്ടും ബാബയെ ഉപേക്ഷിച്ച് പോയിക്കളയുന്നു. ഈ ഹിസ്റ്ററിയും റിപ്പീറ്റ് ആകണം. ബാബയുടെ അടുക്കൽ വരുന്നു. അപ്പോൾ ബാബ ചോദിക്കുന്നു, മുൻപ് എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ?
പറയുന്നു, അതെ ബാബ, 5000 വർഷം മുമ്പ് നമ്മൾ കൂടിക്കാഴ്ച നടത്തുവാൻ വന്നിരുന്നു. പരിധിയില്ലാത്ത സമ്പത്തെടുക്കുവാൻ വന്നിരുന്നു. ചിലർ വന്ന് കേൾക്കുന്നു, ചിലർക്ക് ബ്രഹ്മാവിൻ്റെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. അപ്പോൾ അത് ഓർമ്മ വരുന്നു. പിന്നെ പറയുന്നു, നമ്മൾ ഇതേ രൂപമാണ് കണ്ടിരുന്നത്. ബാബയും കുട്ടികളെ കണ്ട് സന്തോഷിക്കുന്നു. അവിനാശി ജ്ഞാനരത്നങ്ങൾ കൊണ്ട് സഞ്ചി നിറയ്ക്കുന്നുവല്ലോ. ഇത് പഠനമാണ്. 7 ദിവസത്തെ കോഴ്സ് എടുത്ത് പിന്നെ എവിടെയിരുന്നും മുരളിയുടെ ആധാരത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. 7 ദിവസത്തിൽ ഇത്രയും മനസ്സിലാക്കിച്ചു കൊടുക്കുമെങ്കിൽ പിന്നെ മുരളി മനസ്സിലാക്കുവാൻ സാധിക്കും. ബാബയാണെങ്കിൽ കുട്ടികൾക്ക് സർവ്വരഹസ്യവും നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സ്വദർശന ചക്രം തിരിച്ച് പാപങ്ങളെ ഭസ്മമാക്കണം. ആത്മീയ പഠനത്തിലൂടെ തൻ്റെ പദവി ശ്രേഷ്ഠമാക്കണം. ഏതൊരു പരിതസ്ഥിതിയിലും കണ്ണുനീർ പൊഴിക്കരുത്. ഇത് വാനപ്രസ്ഥ അവസ്ഥയിൽ ഇരിക്കാനുള്ള സമയമാണ്. അതിനാൽ വനവാസത്തിൽ വളരെ സാധാരണമായി കഴിയണം. വളരെ ഉയർന്നതുമല്ല, തീരെ താഴ്ന്നതുമല്ല. തിരികെ പോകുന്നതിനായി ആത്മാവിനെ സമ്പൂർണ്ണ പാവനമാക്കി മാറ്റണം. വരദാനം: സദാ മോൾഡ് ആകുന്നതിൻ്റെ വിശേഷതയിലൂടെ സമ്പർക്കത്തിലും സേവനത്തിലും സഫലമാകുന്ന സഫലതാ മൂർത്തിയായി ഭവിക്കട്ടെ. ഏതു കുട്ടികളിൽ സ്വയം തന്നെ മോൾഡാക്കുന്നതിൻ്റെ വിശേഷതയുണ്ടോ അവർക്ക് സഹജമായി തന്നെ ഗോൾഡൻ ഏജിൻ്റെ സ്റ്റേജിൽ എത്തിച്ചേരുവാൻ സാധിക്കും. എങ്ങനെയുള്ള സമയവും എങ്ങനെയുള്ള സാഹചര്യവുമാണ് അതനുസരിച്ച് തൻ്റെ ധാരണകളെ പ്രത്യക്ഷമാക്കുന്നതിനായി മോൾഡ് ആകേണ്ടി വരും. മോൾഡ് ആകുന്നവർ തന്നെയാണ് റിയൽ ഗോൾഡ്. ഏതുപോലെ സാകാര ബാബയുടെ വിശേഷത കണ്ടു. എങ്ങനെയുള്ള സമയമാണോ, എങ്ങനെയുള്ള വ്യക്തിയാണോ, അങ്ങനെയുള്ള രൂപം. ഇതേപോലെ ഫോളോ ഫാദർ ചെയ്യൂ. അപ്പോൾ സേവനത്തിലും സമ്പർക്കത്തിലും എല്ലാത്തിലും സഹജമായി തന്നെ സഫലതാമൂർത്തിയായി മാറും. സ്ലോഗൻ: എവിടെ സർവശക്തികളും ഉണ്ടോ അവിടെ നിർവിഘ്ന സഫലത കൂടെയുണ്ട്. അവ്യക്ത സൂചന: ഇപ്പോൾ സമ്പന്നവും കർമാതീതവും ആകുന്നതിൻ്റെ ഈണം മുഴക്കൂ. ഏതുപോലെ സാകാരത്തിൽ വരുന്നതിൻ്റെയും പോകുന്നതിൻ്റെയും സഹജ പ്രാക്ടീസ് ആയി കഴിഞ്ഞുവോ അതേപോലെ ആത്മാവിന് തൻ്റെ കർമാതീത അവസ്ഥയിൽ ഇരിക്കുന്നതിൻ്റെയും പ്രാക്ടീസ് ഉണ്ടാകണം. ഈ നിമിഷം കർമ്മയോഗിയായി കർമ്മത്തിൽ വരണം. കർമ്മം സമാപ്തമായി പിന്നെ കർമാതീത അവസ്ഥയിൽ ഇരിക്കണം. ഇതിൻ്റെ അനുഭവം സഹജമായി ഉണ്ടായിക്കൊണ്ടിരിക്കണം. സദാ ഈ ലക്ഷ്യമുണ്ടായിരിക്കണം. കർമാതീത അവസ്ഥയിൽ ഇരിക്കണം. നിമിത്തം മാത്രം കർമ്മം ചെയ്യുന്നതിനായി കർമ്മയോഗിയാകണം. പിന്നെ കർമാതീതം. ഓം ശാന്തി. മെഡിറ്റേഷൻ. ശുദ്ധ സ്വരൂപമായ ആത്മചൈതന്യത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഞാൻ സ്ഥിരമാക്കുന്നു. മസ്തക മധ്യത്തിൽ നക്ഷത്ര സമാനം തിളങ്ങുന്ന ആത്മജ്യോതിയിൽ മനസ്സ് സ്ഥിരമാകുമ്പോൾ
അജ്ഞാനത്തിൻ്റെ ആവരണത്താൽ മറഞ്ഞിരുന്ന ആത്മാനുഭവം എന്നിൽ ഉദയം ചെയ്യുന്നു. ശാന്തിയും ശക്തിയും പവിത്രതയും സ്നേഹവും എൻ്റെ സ്വാഭാവിക ഗുണങ്ങളായി ഞാൻ അനുഭവിക്കുന്നു. ജീവിതത്തെ ആത്യന്തികമായ ധന്യതയിൽ എത്തിക്കുന്ന പരമാത്മാ സംഘത്തിൻ്റെ ശ്രേഷ്ഠ അനുഭവത്തിനായി പരമാത്മാവിൻ്റെ സമീപത്ത് മനസ്സുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു. സർവ ദുഃഖങ്ങളെയും ഹരിക്കുന്ന സർവ സൗഭാഗ്യങ്ങളും നേടിത്തരുന്ന ശിവ സാന്നിധ്യത്തിൻ്റെ മംഗളദായി അനുഭവത്തിൽ ഞാൻ ലീനമാകുന്നു. ഈ പരമാത്മാ കൂടിക്കാഴ്ചയിലൂടെ അതിരറ്റ ആനന്ദം അനുഭവിക്കുമ്പോൾ മനസ്സിലെ എല്ലാ ഭയവും ശോകവും ഒഴിഞ്ഞു പോകുന്നു. ഈ അതിശ്രേഷ്ഠ പരമാത്മാ സംഘം എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ സംസ്കാരങ്ങളെ ദിവ്യവും അതിശ്രേഷ്ഠവുമാക്കി മാറ്റുന്നു. ഈശ്വര സാമീപ്യത്തിൻ്റെ മധുരമായ സുഖവും ആനന്ദവും നുകർന്നുകൊണ്ട് ശാന്തവും സുഖമയവും സ്നേഹസമ്പന്നവും ശക്തിസമ്പന്നവുമായ സ്ഥിതി കൈവരിച്ച് ഭൃഗുടി മധ്യത്തിലേക്ക് ഞാൻ അവതരിക്കുന്നു.